ദുരൂഹ വെളിപ്പെടുത്തലിൽ കർണാടക ധർമ്മസ്ഥലിൽ SIT പരിശോധന പുരോഗമിക്കുകയാണ്. ഒന്നാം പോയിന്റിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു. 3 അടി കുഴിച്ചുള്ള പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനായില്ല. സ്ഥലത്ത് JCB എത്തിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. കടാവർ നായയും പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. സരീഷ് PK നൽകും വിവരങ്ങൾ. സരീഷ് പറയാം. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരൻ്റെ വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്നലെ 13 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തിരുന്നു. അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നായിരുന്നു ജീവനക്കാരൻ്റെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിർണായക തെളിവുകൾ ലഭിക്കും എന്ന് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചത്. സ്പോട്ട് 1 എന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്തായിരുന്നു ഉച്ചയ്ക്ക് 12 മണിയോടെ കുഴി എടുത്തത്. ആദ്യം 3 അടിയോളം മനുഷ്യർ തന്നെയാണ് കുഴി എടുത്തത്. പക്ഷേ ആ കുഴി എടുക്കുമ്പോൾ കൂടുതലായി വെള്ളം പൊങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളക്കെട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. 3 അടി താഴ്ചയിൽ കുഴിയെടുത്താണ് താൻ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എന്നായിരുന്നു ജീവനക്കാരൻ്റെ മൊഴി. പക്ഷേ ചില സംശയങ്ങൾ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചത് 2017-18 കാലഘട്ടത്തിൽ ഇവിടെ പ്രളയം നടന്നിരുന്നു. കാരണം ഇത് നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടത്തിന് തൊട്ടടുത്തുള്ള വനഭൂമിയാണ്. ആ വനഭൂമിയിൽ ഉൾപ്പെടെ വെള്ളം കയറുകയും പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് ഒലിച്ചു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും ഈ 3 അടിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ മൃതദേഹങ്ങൾ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റാച്ചി എത്തിച്ച് കൂടുതൽ താഴെയിലേക്ക് മണ്ണ് നീക്കം ചെയ്തുള്ള ആഴത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. പിന്നീട് SIT തലവൻ്റെ നിർദ്ദേശപ്രകാരം ഈ 1 എന്ന് മാർക്ക് ചെയ്തതിന് സമീപത്തുള്ള മണ്ണ് കൂടി നീക്കം ചെയ്ത് അതൊരു വ്യാപകമായി അല്ലെങ്കിൽ ആ മേഖലയൊന്നാകെ ചതുരമായി മുറിച്ചുകൊണ്ട് താഴത്തോട്ട് മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തി. പക്ഷേ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. 6 മണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു. ആ തിരച്ചിലിൽ ആദ്യഘട്ടത്തിൽ 1 എന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്ത് ഒന്നുമില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് വരുന്നു. നാളെ 2 അല്ലെങ്കിൽ 2 എന്ന മാർക്കിലേക്ക് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ വീണ്ടും യോഗം ചേരുന്നുണ്ട്. ഈ പുഴയുടെ സമീപത്ത് തന്നെയാണോ പരിശോധന നടത്തേണ്ടത്, അതോ സംസ്ഥാന പാതയ്ക്ക് സമീപത്തേക്ക് ഈ പരിശോധന മാറ്റണമോ തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും നാളെ രാവിലെ ചേരുന്ന യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. അതിനുശേഷമായിരിക്കും വീണ്ടും കുഴിച്ചുള്ള പരിശോധന നടത്തുക. ശരി, ഇന്നത്തെ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ച് നാളെ വീണ്ടും പരിശോധന തുടരുമെന്നാണ് സരീഷ് PK റിപ്പോർട്ട് ചെയ്യുന്നത്.